المدرسة الربانية. كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം എവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം എവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇസ്ലാമിൻ്റെ 5 റുക്കുനുകളിൽ രണ്ടാമത്തേതാണ് നമസ്കാരം. നമസ്കാരം എന്താണ് എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എല്ലാം സൂചിപ്പിച്ചു. ഒരു വിശ്വാസിക്ക് ഒരു ദിവസത്തിൽ രാവിലും പകലിലുമായി 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ് എന്നും പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം മുസന്നിഫ് ഹഫിളഹുല്ലാ കൊണ്ടുവരുന്നത് അസ്സുആലു അൽ ഖാമിസു വസ്സലാസൂൻ 35ാമത്തെ ചോദ്യമാണ്. മാ ഷുറൂത്തു സ്വലാത്തി, നമസ്കാരത്തിൻ്റെ ഷുറൂത്തുകൾ ഏതെല്ലാമാണ്, നിബന്ധനകൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം അൽ ജവാബ് അൽ ഇസ്ലാം. 1 ഇസ്ലാമാണ്. 2 അൽ അഖൽ, ബുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. 3 തംയീസ്, വകതിരിവുണ്ടാവുക. 4 ദുഖൂലുൽ വഖ്തി, സമയം പ്രവേശിക്കുക. 5 ഇസാലത്തുൻ നജാസ, നജസ്സുകളെ നീക്കം ചെയ്യുക. 6 അത്വഹാറ, ശുദ്ധി വരുത്തുക. 7 സത്റുൽ ഔറത്തി, ഔറത്ത് മറയ്ക്കുക. 8 ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് അഭിമുഖമായി നിൽക്കുക. 9 അന്നിയ്യ, നിയ്യത്ത്. ഇങ്ങനെ 9 നിബന്ധനകൾ ഉണ്ട് നമസ്കാരം ശരിയാകണമെങ്കിൽ. ഈ 9 നിബന്ധനകളെ സംബന്ധിച്ചാണ് മുസന്നിഫ് ഹഫിളഹുല്ലാ ഇതിൽ വിവരിക്കാൻ പോകുന്നത്. ഒന്നാമതായി അഷുറൂത്തു ജംഉ ഷർത്തി, ഷർത്ത് എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ഷുറൂത്ത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വഷർത്തു ലുഗത്തൻ, ഭാഷയിൽ ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ അലാമ, അടയാളം എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാഷയിൽ ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടയാളം എന്നാണ്. വമിൻഹു ഖൗലുല്ലാഹി തആല ഫഖദ് ജാഅ അശ്റാത്തുഹാ ഐ അലാമത്തു സ്സാഅ, ഖിയാമത്ത് നാളിൻ്റെ അശ്റാത്തുകൾ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളങ്ങൾ, ഐ അലാമത്തുഹ, അതിൻ്റെ അടയാളങ്ങൾ ഇതാ എത്തിയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഷർത്ത് എന്നുള്ളതിൻ്റെ ഭാഷാപരമായ അർത്ഥം എന്താണ്? അടയാളം എന്നുള്ളതാണ്. എന്നാൽ വസ്തുലാഹൻ, സാധാരണ രീതിയിൽ നമ്മൾ ശരീഅത്തിന്റെ ഭാഷയിൽ ഫിഖ്ഹ് സംസാരിക്കുമ്പോഴെല്ലാം ധാരാളമായി വരുന്നതാണ് ഷുറൂത്ത്, നമസ്കാരത്തിന്റെ ഷുറൂത്തുകൾ,
വുദൂഇന്റെ ശുറൂത്തുകൾ, കുളിയുടെ ശുറൂത്തുകൾ നമ്മൾ പറയലുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇസ്തുലാഹിയായിട്ട് സാങ്കേതികമായി ഫുഖഹാക്കൾ ഇങ്ങനെ ശുറൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശം? മാ യൽസമു മിൻ അദമിഹി അൽ അദം വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൻ ലിദാതി. അതാണ് അതിന്റെ നിർവചനമായി ഉലമാക്കൾ പറയുന്നത്. ശുറൂത്ത് എന്ന് പറഞ്ഞാൽ, ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനാണ് ഷർത്ത് എന്ന് പറഞ്ഞത്. യൽസമു മിൻ അദമിഹി അൽ അദം, അത് അതിന്റെ ഇല്ലായ്മയെ അനിവാര്യമാക്കും. അതായത് ഒരു കാര്യത്തിന്റെ നിബന്ധന എന്ന് പറഞ്ഞാൽ ആ നിബന്ധന ഇല്ല എങ്കിൽ ആ കാര്യം ഉറപ്പായിട്ടൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് ഇതെന്ന് പറയുക ഷർത്ത് എന്ന് പറയുന്നത്. വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൻ ലിദാതി. എന്നാൽ ഇനി അത് ഉണ്ടായി എന്ന് കൂട്ടിക്കോ, ആ വസ്തു ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മറ്റേ കാര്യം ഉണ്ടാകണം നിർബന്ധമില്ല, ഉണ്ടാകാതിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം, ഉണ്ടാകണമെന്നോ ഉണ്ടാകാതിരിക്കണമെന്നുമില്ല. അങ്ങനെയുള്ള കാര്യത്തിനാണ് ഷർത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഫഇദൻ അദമ ഷർതു ഇൻ അദമൽ മശ്റൂത്ത്. അപ്പൊ ഷർത്ത് ഇല്ല എങ്കിൽ മശ്റൂത്തും ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് നിബന്ധന ഇല്ല എങ്കിൽ അതെന്തിനുള്ള നിബന്ധനയാണോ അതും ഉണ്ടാവുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ അത്വഹാറത്തു ഷർത്തുൻ ലിസിഹ്ഹത്തി സ്വലാ, നമസ്കാരം സഹീഹാകണമെങ്കിലുള്ള ഷർത്താണ് എന്ത്? ശുദ്ധി വരുത്തുക എന്നുള്ളത്. ഫമൻ ലം യതതഹർ, അപ്പോൾ ഒരാൾ എന്ത് ചെയ്തിട്ടില്ല? ശുദ്ധി വരുത്തിയിട്ടില്ല. എന്നാൽ മഅ ഖുദ്റത്തി, കഴിവുണ്ട്, ശുദ്ധി വരുത്താനുള്ള ശേഷിയുണ്ട്, വെള്ളമുണ്ട്, അതുപോലെ അതിന് ഉപയോഗിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. അതിനോടുകൂടെ ഒരാൾ ശുദ്ധി വരുത്തിയിട്ടില്ല എങ്കിൽ ലം തസ്വിഹ സ്വലാത്തു, അവന്റെ നമസ്കാരം എന്താവൂല? സ്വഹീഹാവുകയില്ല. അതാണ് പറഞ്ഞു മാ യൽസമു മിൻ അദമിഹി അൽ അദം. ഈ ഷർത്ത് ഇല്ല എങ്കിൽ അത് എന്തിനുള്ള ഷർത്തായിട്ടാണോ വെച്ചിരിക്കുന്നത് അത് ഉറപ്പായിട്ടും ഉണ്ടാവില്ല. അപ്പോ ശുദ്ധി വരുത്തുക എന്നുള്ള നമസ്കാരത്തിന്റെ ഷർത്താണ്. അത് ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും എന്തില്ല? നമസ്കാരമില്ല, നമസ്കാരം സ്വഹീഹാവുകയില്ല എന്നർത്ഥം. എന്നാൽ വലാ യൽസമു മിൻ വുജൂദി ഷർത്ത് വുജൂദുൽ മശ്റൂത്ത്. ഇനി ഷർത്ത് ഉണ്ടായി എന്ന് കൂട്ടിക്കോ. ഷർത്ത് ഉണ്ട് എങ്കിൽ അത് എന്തിന്റെ ഷർത്താണോ, ആ എന്തിനു വേണ്ടിയിട്ടാണോ അതിന് വെക്കപ്പെട്ടത് അത് ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. ഒരാൾ ശുദ്ധി വരുത്തി എന്തുകൊണ്ട് നമസ്കാരം സംഭവിക്കുകയോ? നമസ്കരിച്ചാൽ മാത്രമേ എന്താവുള്ളൂ? നമസ്കാരമുള്ളൂ. അതല്ലെങ്കിൽ വേറെയും ചില നിബന്ധനകൾ ഉണ്ടാവും. അതെല്ലാം പൂർണ്ണമായാൽ എന്താവും? നമസ്കാരം സ്വഹീഹാവുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒന്നിനാണ് ഷർത്ത് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഇദാ തവദ്ദഅ അൽ അബ്ദു, ഒരാൾ വുദൂ ചെയ്തു, ഫലാ യൽസമു മിൻ വുദൂഇഹി വുജൂദുസ് സ്വലാത്ത്, അവൻ വുദൂ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമസ്കാരം ഉണ്ടാകണമെന്നതില്ല, നിർബന്ധമില്ല, വുദൂ മാത്രമേ ആയിട്ടുള്ളൂ. ഫഖദ് യതവദ്ദഉ വലാ യുസല്ലി, ചിലപ്പോൾ അവൻ വുദൂ ചെയ്തിട്ട് നമസ്കരിക്കാണ്ട് പോയേക്കാം. അപ്പൊ അവിടെ നമസ്കാരം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കമാ ലാ യൽസമു മിൻ വുജൂദിൽ വുദൂഇ ഇൻഇദാമുസ് സ്വലാ, അതേപോലെ തന്നെ ഒരാള് എന്താണ് വുദൂ ഉണ്ട് എന്നുള്ളതിനാൽ നമസ്കാരം ഇല്ല എന്നും എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് ഷർത്ത് എന്ന് പറയുന്നത്. അപ്പോ ഏതൊരു കാര്യം അതിന്റെ ഇല്ലായ്മയെ നിർബന്ധമാക്കുന്നുവോ, അതേപോലെ തന്നെ അത് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, എന്തിനു വേണ്ടിയിട്ടാണോ ഷർത്ത് വയ്ക്കപ്പെട്ടത് ആ കാര്യം ഉണ്ടാകണമെന്നും എന്തില്ല, നിർബന്ധമില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് ഷർത്ത് എന്ന് പറയുന്നത്. വശുറൂത്തു തഖ്തലിഫു അനിൽ അർക്കാൻ, നമ്മൾ നമസ്കാരത്തിന്റെ ശുറൂത്തുകൾ പറയും, അർക്കാനുകൾ, റുക്നുകൾ പറയും, പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ റുക്നും ഷർത്തും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് അത് വേർപെടുന്നത്? ഫശുറൂത്തു തകൂനു ഖബല സ്വലാത്തി, ശുറൂത്തുകൾ നമസ്കാരത്തിന് മുമ്പേ ഉണ്ടാകുന്നതാണ്. നമസ്കാരത്തിന് മുമ്പ് തന്നെ എന്ത് വേണം? ഷർത്ത് വേണം. നമസ്കാരത്തിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പിന്നെയോ അതിന് പുറത്ത് അതിന് മുമ്പേ ഉണ്ടാകുന്നതാണ്. വതസ്തമിറു ഇലാ നിഹായത്തിഹ, മാത്രമല്ല നമസ്കാരത്തിന്റെ ഒടുവിൽ വരെയും അത് എന്ത് ചെയ്യണം? നിലനിൽക്കുകയും വേണം. അങ്ങനെയുള്ളതാണ് ശുറൂത്തുകൾ. വഅമ്മൽ അർക്കാനു ഫതകൂനു ഫിസ്സലാ, എന്നാൽ നമസ്കാരത്തിന്റെ റുക്നുകൾ എന്ന് പറയുന്ന നമസ്കാരത്തിലുള്ളതാണ്, നമസ്കാരത്തിന്റെ ഉള്ളിലാണത്. കർറുകൂഇ വസ്സുജൂദി, സുജൂദും റുകൂഉം ഫാത്തിഹയും എല്ലാം പോലെ. വഹുനാക വാജിബാത്തുൻ ഫിസ്സലാത്തി കത്തശഹുദിൽ അവൽ, അപ്പോൾ ഷർത്തുണ്ട്, റുക്നുണ്ട്, അതേപോലെ ചില വാജിബാത്തുകളുമുണ്ട് നമസ്കാരത്തിന്. ഏതുപോലെ?
ഫിസ്വലാത്ത് തശഹുദിൽ അവൽ, ഒന്നാമത്തെ തശഹുദ് പോലെ. രണ്ടിൽ കൂടുതൽ റക്അത്തുള്ള നമസ്കാരങ്ങളിൽ സാധാരണ എന്തുണ്ടാവും? 2 തശഹുദ് ഉണ്ടാവും. അപ്പൊ അതിൽ ഒന്നാമത്തെ തശഹുദ് വാജിബാണ്, റുക്നുമല്ല, അതേപോലെ തന്നെ ഷർത്തുമല്ല. അതിന് വാജിബ് എന്നാണ് പറയുക. വാജിബ് ഒരാൾ നിർവഹിച്ചില്ല എങ്കിൽ സഹ്വിന്റെ സുജൂദ് എന്ത് ചെയ്യണം? മറവിയുടെ സുജൂദ് ചെയ്താൽ അത് പരിഹരിക്കപ്പെടും. റുക്ന് ഒരാൾ നിർവഹിച്ചില്ല എങ്കിൽ സഹ്വിന്റെ സുജൂദ് കൊണ്ട് എന്താവില്ല, മതിയാവുകയില്ല. ആ റുക്നിന് അവൻ എന്ത് ചെയ്യണം? കൊണ്ടുവരേണ്ട വരും. എന്നാൽ മാത്രമേ എന്താവുള്ളൂ, നമസ്കാരം സ്വഹീഹാവുകയുള്ളൂ. വാജിബ് അങ്ങനെയല്ല. വാജിബ് ഒരാള് എന്ത് ചെയ്തു, മറവി മൂലം മറന്നുപോയി കഴിഞ്ഞാൽ അവസാനം സുജൂദ് ചെയ്താൽ എന്താവും? പരിഹരിക്കപ്പെടും. പക്ഷെ റുക്ന് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് സാധിക്കൂല. അതേപോലെ ഹുനാക മുസ്തഹബ്ബാത്തുൻ വസുനനുൻ, അതേപോലെ തന്നെ നമസ്കാരത്തിൽ ചില മുസ്തഹബ്ബാത്തുകളുണ്ട്, സുന്നത്തുകൾ ഉണ്ട്. അൽ ഇത്തിയാനു ബിഹാ സിയാദത്തുൻ ഫി അജ്രിൽ മുസല്ലി, ഇങ്ങനെയുള്ള മുസ്തഹബ്ബാത്തുകൾ, സുന്നത്തുകൾ കൊണ്ടുവന്നാൽ നമസ്കരിക്കുന്നവന് അവന്റെ പ്രതിഫലത്തിൽ എന്ത് ചെയ്യും? വർധനമുണ്ടാവും. അത് ഉപേക്ഷിച്ചു എന്നുള്ളതിനാൽ അവൻ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല, അതല്ലെങ്കിൽ അതിനെ തിരികെ കൊണ്ടുവരേണ്ടതുമില്ല. പ്രവർത്തിച്ചാൽ അതിനെന്തുണ്ട്? കൂടുതൽ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. കൈ വലതിനെ ഇടതിന്റെ മേൽ വെക്കണം, അത് സുന്നത്താണ്. അതേപോലെ തന്നെ കൈ ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം പറയുമ്പോൾ ഉയർത്തുക, സുന്നത്തായ കാര്യമാണ്. അതുപോലുള്ളതായ ചില കാര്യങ്ങൾ. വശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, നമസ്കാരത്തിന്റെ ഷുറൂത്തുകൾ എത്രയാണ്? 9 എണ്ണമാണ്. അവ്വലു സലാസത്തി ഷുറൂത്തിൻ ആമ്മത്തുൻ ലിസ്സലാത്തി വഗൈരിഹാ മിനൽ ഇബാദാത്തി. അപ്പോൾ നമ്മൾ 9 ഷുറൂത്തുകൾ ആദ്യം എണ്ണി പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞ 3 ഷർത്തുകൾ നമസ്കാരത്തിന് മാത്രമല്ല എല്ലാ ഇബാദാത്തുകൾക്കും ബാധകമാണ്. അത് ഇസ്ലാമാണ്, അഖ്ലാണ്, തമീസാണ്. മുസ്ലിമായിരിക്കുക, ബുദ്ധിയുള്ളവനായിരിക്കുക, വകതിരിവുള്ളവനായിരിക്കുക, എല്ലാ ഇബാദത്തുകൾക്കും ബാധകമാണ്. എന്നാൽ മൂന്നാമത് തമീസ്, വകതിരിവ് ഉണ്ടാവുക എന്നുള്ളത് ഹജ്ജിനും ഉംറക്കും മാത്രം എന്തല്ല, ബാധകമല്ല. ഹജ്ജും ഉംറയും വകതിരിവില്ലാത്ത ചെറിയ കുട്ടികളാൽ നിർവഹിച്ചാലും അതെന്താണ്, സ്വീകാര്യമാണ്. എന്നാൽ വകതിരിവില്ലാത്ത വളരെ ചെറിയ കുട്ടികൾ എന്ത് ചെയ്താല് മറ്റുള്ള ഇബാദത്തുകൾ നിർവഹിച്ചാൽ അതെന്താവുകയില്ല, സ്വഹീഹാവുകയില്ല. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന 3 എണ്ണം അതെല്ലാ ഇബാദത്തുകൾക്കും ബാധകമാണ്. വബഅദഹാ സിത്തത്തു ശുറൂത്തിൻ ഖാസത്തുൻ ബിസ്സലാത്ത്, അതിനുശേഷം പറഞ്ഞിരിക്കുന്ന 6 നിബന്ധനകൾ അത് നമസ്കാരത്തിന് പ്രത്യേകമായ നിബന്ധനകളാണ്. ഏതൊക്കെയാണ്? അഷ്റത്തുൽ അവൽ, ഒന്നാമത്തെ നിബന്ധന അൽ ഇസ്ലാം, മുസ്ലിമാവുക എന്നുള്ളതാണ്. ഫൽ കാഫിറു അമലുഹു മർദൂദൻ, ഒരു കാഫിറിന്റെ അമലുകൾ എന്ത് ചെയ്യപ്പെടും? തള്ളപ്പെടും, അത് സ്വീകരിക്കപ്പെടുകയില്ല. വദ്ദലീലു ഖൗലുഹു തആല, അതിന്റെ തെളിവ് എന്താണ്? അല്ലാഹുവിന്റെ വാക്യമാണ്. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, അവർ ചെയ്തിരിക്കുന്ന അമലുകളിൽ നിന്ന് അവർ ചെയ്തിരിക്കുന്നതിലേക്ക് നാം തിരിയും. എന്നിട്ട് ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, അതിനെ നാം ചിതറിയ ധൂളികൾ കണക്കെ ചിതറിച്ച് കളയും. ആ അമലുകൾക്ക് ഉണ്ടാവുകയില്ല, ഒരു വിലയും ഉണ്ടാവുകയില്ല. വഖദ് യുജാസിഹില്ലാഹു ഫിദ്ദുനിയ അലാ ഇഹ്സാനിഹി, ഇത് കാഫിർ ചിലപ്പോൾ ദുനിയാവിൽ ചില നന്മകളൊക്കെ ചെയ്യുന്നുണ്ടാകാം, ചില പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടാകാം, മനുഷ്യർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അതിന് ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അതിനെന്ത് ചെയ്തേക്കും? പ്രതിഫലം കൊടുത്തേക്കും. എന്നാൽ ആഖിറത്തിൽ അത് എന്താവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ലാകിൻ ഫിൽ ആഖിറത്തി ലാ നസീബ ല, ആഖിറത്തിൽ അവന് യാതൊരു വിധ ഓഹരിയുമില്ല പ്രതിഫലത്തിൽ നിന്നും. ലിഅന്നൽ ഇസ്ലാമ ശർത്തുൻ ലിഖബൂലിൽ അഅമാൽ, അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ളതായ ഷർത്താണെന്ത്? മുസ്ലിമാവുക എന്നുള്ളത്. രണ്ടാമത്തേത് അഷ്റത്തു സ്ഥാനി, രണ്ടാമത്തേത് അൽ അഖ്ൽ, ബുദ്ധി ഉള്ളവനായിരിക്കണം. ലിഅന്നൽ അഖ്ല മനാത്തു തക്ലീഫ്, ഒരാൾ മുക്കല്ലഫാകുന്നത്, തക്ലീഫ് ഉള്ളവനാകുന്നത്, ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ അവന് ബാധകമാകുന്നത് തക്ലീഫുണ്ട് എങ്കിലാണ്. തക്ലീഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൻ എന്തുണ്ടാകണം? ബുദ്ധിയുള്ളവനായിരിക്കണം എന്നുള്ളത്. ഫഗൈറുൽ ആഖിലി ലാ യുകല്ലഫ്, ബുദ്ധിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ശറഇന്റെ നിയമങ്ങൾ അവനോട് നിർബന്ധിക്കപ്പെടുകയില്ല. വലിദാലിക റുഫിഅ അൻഹുൽ ഖലം, അതുകൊണ്ട് ബുദ്ധിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പേന, നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന പേന അവനിൽ നിന്ന് എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅൽ ഖലമു അൻ സലാസി, 3 ആളുകളെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് അനിൻ നാഇമി ഹത്താ യസ്തൈഖിൽ, ഒരാൾ ഉറങ്ങുകയാണ് ഉണരുന്നതുവരെയും.
ഉറക്കത്തിൽ നിന്ന് അവൻ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു, സംസാരിച്ചു, അതെന്തല്ല, അതിൻ്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുകയില്ല, ബോധത്തിലല്ല അവൻ ചെയ്യുന്നത് എന്നുള്ളതിനാലാണ്. വഅനി സ്വഗീരി ഹത്താ യക്ബുർ, അതേപോലെ ചെറിയ കുട്ടി, അവൻ പ്രായപൂർത്തിയായിട്ടില്ല അതുവരെയും. വഅനിൽ മജ്നൂനി ഹത്താ യഅഖില ഔ യഫീഖ, അതേപോലെ തന്നെ ഭ്രാന്തുള്ളയാൾ അവന് ബുദ്ധി വെക്കുന്നത് വരെയും ഭ്രാന്തിൽ നിന്ന് ഉണരുന്നത് വരെയും അവൻ്റെയും പേന ഉയർത്തപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധി ഉണ്ട് എങ്കിലേ നമസ്കാരം എന്താവുകയുള്ളൂ, സ്വഹീഹാവുകയുള്ളൂ. മൂന്നാമത്തെ തംയീസാണ്, വകതിരിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. വൽ മുമയ്യിസു, മുമയ്യിസ് എന്ന് പറഞ്ഞാൽ, തംയീസുള്ളവൻ, വകതിരിവുള്ളവൻ എന്ന് പറഞ്ഞാൽ, ഹുവ മൻ കാന ബലഗ സാദിസത അവ സാബിഅ, 6 7 വയസ്സിലെത്തുക എന്നുള്ളതാണ്. വസ്സലാത്തു തസ്ഹു മിനൽ മുമയ്യിസി, വകതിരിവായ ഒരാളിൽ നിന്ന് നമസ്കാരം എന്താകും, ശരിയാകും. വലാ തജിബു അലൈഹി, എന്നാൽ അവൻ്റെ മേലെ നമസ്കാരം എന്തില്ല, നിർബന്ധമൊന്നുമില്ല. വ ഇന്നമാ തജിബു അലൽ ബാലിഗ്, നിർബന്ധമാകുന്നത് എപ്പോഴാണ്, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാലാണ്. അപ്പോൾ ചിലപ്പോൾ 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സാകുമ്പോൾ എന്താവും, സ്വാഭാവികമായി സാധാരണ രീതിയിൽ ഒരു കുട്ടിക്ക് തമീസ് ഉണ്ടാകും. അത് ചില ഉലമാക്കൾ നൽകിയിരിക്കുന്ന മാനദണ്ഡം, അവന് ഒരാൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് മറുപടി കൊടുക്കാനുള്ളതായ കഴിവുണ്ടാവുക, വലതേതാണ് ഇടതേതാണ് എന്നെല്ലാം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ സാധിക്കുക, മലമൂത്ര വിസർജനമെല്ലാം നടത്തി സ്വയം ശുദ്ധീകരിക്കാൻ പറ്റുന്നതായ അവസ്ഥയുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള വകതിരിവുണ്ടാകുന്ന അവസ്ഥ ഇതിനാണ് പറയുക. എന്നാൽ ഈ പറയുന്ന നിബന്ധന എന്തിനു ബാധകമല്ല, ഹജ്ജിനും ഉംറക്കും ബാധകമല്ല. അത് തമീസ് ഇല്ലാത്ത കുട്ടികളാണ് നിർവഹിക്കുന്നത് എങ്കിലും എന്താണ്, സ്വഹീഹാണ്. ബാക്കിയുള്ളതായ എല്ലാ അമലുകൾക്കും ഈ 3 നിബന്ധന ബാധകമാണ്. ഇനി നാലാമത്തേത് അഷർത്തുർ റാബിഅ ദുഖൂലുൽ വഖതി, സമയം പ്രവേശിക്കലാണ്. നമസ്കാരത്തിൻ്റെ നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സമയം പ്രവേശിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ഒരാൾ നമസ്കരിക്കേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിശ്ചയമായും നമസ്കാരം മുഅ്മിനീങ്ങളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ടിരിക്കുന്ന നിർബന്ധ കർമ്മമാണ്. അപ്പം അതിന് സമയമുണ്ട്, ഇഷ്ടമുള്ളപ്പോൾ നമസ്കരിക്കുക എന്നുള്ളതല്ല. പിന്നെയോ സമയമുണ്ട് ഓരോ നമസ്കാരത്തിനും, അതാതിൻ്റെ സമയത്താണ് നമസ്കരിക്കേണ്ടത്. ഫമൻ സ്വല്ല ഖബല ദുഖൂലിൽ വഖതി മുതഅമ്മിദൻ ഫസ്വലാത്തുഹു ബാത്തില, ഒരാൾ മനഃപൂർവ്വം സമയമാകുന്നതിന് മുമ്പേ നമസ്കരിച്ചാൽ അത് മനഃപൂർവ്വമാണെങ്കിൽ അവൻ്റെ നമസ്കാരം തന്നെ എന്താണ്, ബാത്തിലാണ്. വമൻ സ്വല്ല മുഖ്തിഅൻ ഫസ്വലാത്തുഹു തകൂനു നാഫില, ഇനി ഒരാൾ അബദ്ധത്തിൽ സമയം പ്രവേശിക്കുന്നതിന് മുമ്പേ നമസ്കരിച്ചു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നമസ്കാരം നാഫിലത്തായിട്ട്, ഐച്ഛികമായ സുന്നത്ത് നമസ്കാരമായിട്ട് പരിഗണിക്കപ്പെടും. വഅലൈഹി അൻ യഅതിയ ബിൽ ഫരീദതി ബഅദ ദുഖൂലി വഖതിഹാ, സമയം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ഫർദായ നമസ്കാരത്തെ ഒന്നുകൂടി അവൻ കൊണ്ടുവരണം എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ സമയം പ്രവേശിച്ചതിന് ശേഷമാണ് നമസ്കരിക്കേണ്ടത്. എന്നാൽ ചില ഇളവുകളുണ്ട്. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എന്ത് ചെയ്യാം, അസ്വറിൻ്റെ നമസ്കാരത്തെ ളുഹറിലേക്ക് മുന്തിക്കുന്നതിന് കുഴപ്പമില്ല ചില അനിവാര്യമായ ഘട്ടങ്ങളിൽ. അതല്ലെങ്കിൽ ഓരോ നമസ്കാരവും അതാതിൻ്റെ സമയം പ്രവേശിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നമസ്കരിക്കാവൂ. മനഃപൂർവ്വം അതിനു മുമ്പ് നമസ്കരിച്ചാൽ എന്താവില്ല, നമസ്കാരം ബാത്തുലാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും നമസ്കാരത്തിൻ്റെ സമയമെല്ലാം 10 മിനിറ്റൊക്കെ മുമ്പേ ബാങ്ക് വിളിക്കുന്ന ചില സുബഹിനെല്ലാം ചില സ്ഥലങ്ങളിലും കാണാം. ഏകദേശം 8 മിനിറ്റ് 10 മിനിറ്റൊക്കെ മുമ്പാണ് എന്ത് ചെയ്യുക, ബാങ്ക് വിളിക്കുക. ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു അക്രമവുമാണ്. കാരണം ഫജ്റു സ്വാദിഖ് വെളിവാവുക എന്നുള്ളതാണ് സുബഹിൻ്റെ സമയം. അതിനു മുമ്പേ ഒരാൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പല പല ആവശ്യങ്ങൾക്ക് യാത്രയാകുന്നതും ജോലിക്ക് പോകുന്നതൊക്കെ ആളുകളുണ്ടാവും. ബാങ്ക് കേൾക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ അവർ നമസ്കരിക്കുകയും ചെയ്യും, അവരുടെ വഴിക്ക് പോകും. അപ്പോൾ ഇത് അപകടമാണ്. അതുകൊണ്ട് സമയമായതിനു ശേഷം എന്ത് ചെയ്യാവൂ, നമസ്കരിക്കാവൂ. ومن حسن تعليم النبي صلى الله عليه وسلم وكمال نصحه لأمته أنه بين أوقات الصلاة قولا وفعلا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൻ്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് നമസ്കാരത്തിൻ്റെ സമയങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞും കൊടുത്തു, പ്രവൃത്തിയിൽ കാണിച്ചും കൊടുത്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷയുടെയും ഭാഗമാണ്. ഹദീസ് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മനി ജിബ്രീൽ അലൈഹിസ്സലാം ഇൻദൽ ബൈത്തി മർറതൈൻ. ജിബ്രീൽ അലൈഹിസ്സലാം കഅബയുടെ അടുക്കൽ 2 പ്രാവശ്യം
എന്ത് ചെയ്തു? എനിക്ക് ഇമാമത്തിൽ നിന്ന് നമസ്കരിച്ചു. ഫസല്ലാബി ഔ ദുഹ്റ, അങ്ങനെ എന്നെയും കൊണ്ട് ദുഹ്റ നമസ്കരിച്ചു. അങ്ങനെ എപ്പോഴാണ് നമസ്കരിച്ചത്? ഹീന സാലത്തി ശംസു വകാനത്ത് ഖദർ ശിറാക്കി, സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയ സമയത്ത്. സൂര്യൻ മധ്യാഹ്നത്തിൽ വരുന്ന സമയത്ത് നമസ്കരിക്കൽ നിഷിദ്ധമാണ്, പാടില്ല. അവിടെ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ എന്താണ്? ആ സമയത്താണ് ദുഹറിന്റെ സമയം ആരംഭിക്കുക. അപ്പോൾ ആ സമയത്ത് ഒരിക്കൽ എന്ത് ചെയ്തു? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നെയും കൂട്ടി നമസ്കരിച്ചു. നമസ്കാരത്തിന്റെ സമയം പഠിപ്പിക്കാനാണ്. സൂര്യൻ മധ്യാഹ്നത്തിൽ തെറ്റി എന്ന് അറിയുന്നത് എപ്പോഴാണ്? സൂര്യൻ ഉദിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നിഴലുണ്ടാവുക പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള നിഴൽ എന്ത് ചെയ്യുന്നു? അത് മധ്യാഹ്നത്തിലായി കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? മധ്യാഹ്നത്തിലാകുമ്പോൾ ഒരു വസ്തുവിന് അതിൻ്റെ 4 പാടും ചിലപ്പോൾ നിഴലുണ്ടാവും. ആ നിഴൽ കഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? കിഴക്ക് ഭാഗത്തേക്ക് ഒരു വസ്തുവിൻ്റെ നിഴൽ നീങ്ങി തുടങ്ങിയാൽ എന്തായി? മധ്യാഹ്നത്തിൽ നിന്ന് സൂര്യൻ തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമസ്കാരം ദുഹറിന്റെ സമയം എന്ത് ചെയ്തു? ആരംഭിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അസുർ എന്ത് ചെയ്തു? ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൊണ്ട് നമസ്കരിച്ചു. എപ്പോഴാണ്? ഹീന കാന ദുല്ലുഹു മിഥില, ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമായതിനു ശേഷം. അതിനോളമാവുക, ഒരു വസ്തുവിൻ്റെ നിഴൽ എന്ത് ചെയ്യുക? അതിൻ്റെ ആ വസ്തുവിൻ്റെ നീളം എത്രയാണോ അതിൻ്റെ അത്ര നീളം എന്ത് ചെയ്യുക? ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? ദുഹറിന്റെ സമയം അവസാനിച്ചു. എന്ത് തുടങ്ങി? അസുറിന്റെ സമയം ആരംഭിച്ചു. വസല്ലാബി യാനി അൽ മഗ്രിബ ഹീന അഫ്തറ സ്വായിം, എന്നെയും കൊണ്ട് മഗ്രിബ് ജിബ്രീൽ അലൈഹിസ്സലാം നമസ്കരിച്ചു. എപ്പോഴാണ്? നോമ്പുകാലം നോമ്പ് മുറിക്കുമ്പോൾ, അതായത് സൂര്യൻ അസ്തമിക്കുമ്പോൾ. വസല്ലാബി അൽ ഇശാ ഹീന ഗാബ ഷഫഖു, എന്നെയും കൊണ്ട് ഇഷാ നമസ്കരിച്ചു. ഷഫഖുൽ അഹ്മർ, അസ്തമയത്തിന് ശേഷം എന്നുണ്ടാകും? പടിഞ്ഞാറൻ ചക്രവാളത്തിൽ എന്തുണ്ടാകും? ഒരു ശോഭയുണ്ടാകും, ചുവന്ന ശോഭ. ചുവപ്പും വെള്ളയും കലർന്ന ശോഭയാണത്. അതും കൂടി നീങ്ങിക്കഴിഞ്ഞാൽ എന്തിന്റെ സമയം തീർന്നു? മഗ്രിബിന്റെ സമയം കഴിഞ്ഞു, ഇഷാഇന്റെ സമയമാണ്. അപ്പൊ ഇഷാഇന്റെ സമയത്തും എന്ത് ചെയ്തു? ഈ സമയത്ത് എന്നെ കൊണ്ട് ഇഷാ നമസ്കരിച്ചു. വസല്ലാബി അൽ ഫജ്ർ ഹീന ഹറുമ അത്അാമു വശറാബു അല സ്വായിം, ഫജ്ർ എന്നെയും കൊണ്ട് നമസ്കരിച്ചു. എപ്പോഴാണ്? നോമ്പുകാരന് ഭക്ഷണവും പാനീയവും നിഷിദ്ധമാകുന്നതായ സമയത്ത്, അതായത് ഫജ്റു സ്വാദിഖ് വെളിപ്പെടുന്നതായ സമയത്ത് എന്ത് ചെയ്യും? കിഴക്കൻ ചക്രവാളത്തിനോട് ചേർന്ന ഭാഗത്ത് ഇങ്ങനെ വീതിയിൽ ഒരു പ്രകാശം വരിക, അതിനാണ് എന്ത് പറയുക? ഫജ്റു സ്വാദിഖ് എന്ന് പറയുക. അതിനുശേഷം പിന്നീട് പതിയെ എന്ത് ചെയ്യും? നിറം കൂടിക്കൂടി വരും, വെളിച്ചം കൂടിക്കൂടി വരും. ഫജ്റുൽ കാദിബ് അതിന് മുമ്പുണ്ട്, അത് ചക്രവാളത്തിൽ നിന്ന് കുറച്ച് മേലെയായിരിക്കും വെളിവാവുക. അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അപ്രത്യക്ഷമാകും. അതല്ല, ചക്രവാളത്തിനോട് ചേർന്ന് എന്ത് ചെയ്യുക? ഒരു വീതിയിൽ ഉണ്ടാകുന്ന ഒരു വെളിച്ചമാണ്. അതാണ് ഫജ്റു സ്വാദിഖിന്റെ അടയാളം. അത് പിന്നീട് എന്ത് ചെയ്യും? വലുതായി വെളിച്ചം വെച്ചു വരും. അതാണ് നോമ്പുകാരൻ നോമ്പ് തുടങ്ങേണ്ട സമയം. അപ്പം എന്ത് ചെയ്തു? എന്നെ കൊണ്ട് നമസ്കരിച്ചു. ഫലമ്മ കാനൽ ഗദു സല്ലാബി അൽ ദുഹർ, എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നെയും കൊണ്ട് ദുഹർ നമസ്കരിച്ചു. ഹീന കാന ദുല്ലുഹു മിഥില, അപ്പോൾ ദുഹർ നമസ്കരിച്ചത് ദുഹറിന്റെ അവസാന സമയത്താണ്. ആദ്യം ദുഹറിന്റെ തുടക്ക സമയത്താണ് നമസ്കരിച്ചത്. പിന്നെയോ ദുഹറിന്റെ അവസാന സമയം. ഏതുവരെയാണ് ദുഹർ നമസ്കരിക്കാൻ പറ്റുന്നത് എന്ന് പഠിപ്പിക്കാൻ അതിന്റെ അവസാന സമയത്ത്, അതായത് ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകുന്ന സമയത്ത്, അതിന്റെ അവസാന സമയത്ത് നിന്നിട്ട് എന്ത് ചെയ്തു? നമസ്കരിച്ച് കാണിച്ചു തന്നു. അസുർ എന്നെയും കൊണ്ട് നമസ്കരിച്ചത് ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ 2 ഇരട്ടിയാകുന്നത് വരെ, അത് വരെയാണ് അസുറിന്റെ സമയം എന്നുള്ളതാണ്. മഗ്രിബ് എപ്പോഴാണ് നമസ്കരിച്ചത്? നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന സമയത്ത്, അതായത് മഗ്രിബിന് വലിയ ദീർഘമായ സമയമില്ല. ഇഷാഇന്റെ അവസാന സമയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു കൊടുത്തത് രാത്രിയുടെ 1/3 കഴിയുന്ന സമയം. അപ്പം എന്ത് ചെയ്തു? നമസ്കരിച്ചു. വസല്ലാബി അൽ ഫജ്റ ഫഅസ്ഫറ ثم التفت ഇലയ്യ, ഫജ്ർ എന്ത് ചെയ്തു? കുറച്ച് വെളിച്ചം വെക്കുന്ന രീതിയിൽ ആ സമയത്ത് എന്ത് ചെയ്തു? ഫജ്ർ നമസ്കരിച്ചു. അതിന്റെ ഒടുവിലത്തെ സമയമാണ് കാണിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? എന്നെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, യാ മുഹമ്മദു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ വഖ്തുൽ അംബിയാ മിൻ ഖബലിക്,
താങ്കളുടെ മുൻഗാമികളുടെ അമ്പിയാക്കന്മാരുടെ സമയം, നമസ്കാര സമയം ഇതായിരുന്നു. വൽ വഖ്തു മാ ബൈന ഹാദൈനിൽ വഖ്തൈൻ. അപ്പോൾ ഓരോ നമസ്കാരത്തിന്റെയും സമയം ഈ രണ്ട് വഖ്തുകളുടെയും ഇടയിലാണ് എന്ത് ചെയ്തു. ആദ്യത്തെ സമയത്ത് വന്നിട്ട് ഒരു ദിവസം നമസ്കരിച്ചു, രണ്ടാമത്തെ ദിവസം ഒടുവിലത്തെ സമയത്തിൽ എന്ത് ചെയ്തു, ഒന്ന് നമസ്കരിച്ചു. എന്നിട്ട് ഈ സമയങ്ങളുടെ ഇടയിലാണെന്ത്, ഓരോ വഖ്തുകളുടെയും നമസ്കാരം സമയം എന്നെന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു. വമിമ്മ യതസാഹലു ഫീഹി കസീറുൻ മിനൽ മുസ്ലിമീന തഅഖീറു സ്വലാത്തി അൻ വഖ്തിഹാ. ധാരാളം മുസ്ലിമീങ്ങൾ തസാഹുൽ കാണിക്കുന്ന, എന്താണ്, ശ്രദ്ധ കൊടുക്കാത്ത, ഉദാസീന നിലപാട് സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് നമസ്കാരത്തിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സമയത്തിൽ നിന്ന് ചിന്തിക്കുന്നു എന്നുള്ളത്. മഅ അന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അസ്സലാത്തു അലാ വഖ്തിഹാ. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്തായിരിക്കുന്നതിനോടുകൂടെ സമയത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അസ്സലാത്തു അലാ വഖ്തിഹാ. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി ഏതാണ്? അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണ്? സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് നമസ്കരിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ അവരുടെ ഇച്ഛക്കനുസരിച്ച് തോന്നുമ്പോഴാണ് എന്ത് ചെയ്യുക, നമസ്കരിക്കുക. അള്ളാഹു കൽപ്പിച്ചതുപോലെ എല്ലാവർ എന്ത് ചെയ്യുന്നത്, ഇബാദത്തുകൾ അള്ളാഹുവിന് സമർപ്പിക്കുന്നത്. പലപ്പോഴും മനഃപൂർവ്വം സൂര്യൻ ഉദിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, സുബ്ഹ് നമസ്കരിക്കുന്നു. ചില ഉലമാക്കൾ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് മനഃപൂർവ്വം അങ്ങനെ ചിന്തിച്ചാൽ അവനെന്തില്ല, നമസ്കാരമേ ഇല്ല എന്നുള്ള. മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ എന്തില്ല, നമസ്കാരമില്ല. സമയം ആകുന്നതിന് മുമ്പ് ഒരാൾ നമസ്കരിച്ചു, അവന്റെ അവസ്ഥ എന്താണ്? അതേപോലെയാണ്. ഒരാൾ ദുഹറിന് മുമ്പേ ദുഹർ നമസ്കരിച്ചാൽ നമസ്കാരം ബാത്തിലാണ്, മനഃപൂർവ്വം നിർവഹിച്ചാൽ. അതേപോലെ തന്നെയാണ് സമയത്തിന് ശേഷം ഒരാൾ എന്ത് ചെയ്തു, മനഃപൂർവ്വം നമസ്കരിച്ചാൽ മുമ്പ് നമസ്കരിച്ചവനെ പോലെയാണ്, അവന്റെ നമസ്കാരം എന്താണ്, ബാത്തിലാണ്. കമാലാ യജൂസു അൻ തുസല്ലി സ്വലാത്ത ഖബല ദുഖൂലിൽ വഖ്തി. സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കൽ അനുവദനീയമല്ല എന്നതുപോലെ മനഃപൂർവ്വം സമയം വിട്ട് കടക്കുക എന്നുള്ളതും എന്തല്ല, അനുവദനീയമല്ല. കദാലിക ലാ യജൂസു അൻ തതഅമ്മദ വതുസല്ലിഹാ ബഅദ ഖുറൂജി വഖ്തിഹാ. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, മനഃപൂർവ്വം നമസ്കാരത്തെ അതിൻ്റെ സമയത്ത് നിന്ന് പിന്തിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ഫമൻ സ്വല്ല സ്വലാത്ത ഫീ ഗൈരി വഖ്തിഹാ മുതഅമ്മിദൻ. ഒരാൾ മനഃപൂർവ്വം ഒരു നമസ്കാരത്തെ അതിൻ്റെ സമയത്തെ തൊട്ട് പിന്തിച്ചാൽ, അതിൻ്റെ സമയത്തല്ലാത്ത സമയത്ത് നമസ്കരിച്ചാൽ, ഫമൻ ഫഹുവ കമൻ സ്വാമൽ ലൈല ബഅദൻ നഹാർ. ഒരാൾ രാത്രിയിൽ നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണ്. നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഫജ്ർ സ്വാദിഖ് മുതൽ ഏതുവരെയാണ്, സൂര്യൻ അസ്തമിക്കുന്നവരെയാണ്. പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെയാണ്. എന്നാൽ ഒരാൾ എന്ത് ചെയ്യുന്നു, അതിന് പിന്തിച്ചിട്ട് മഗ്രിബ് മുതൽ സുബ്ഹ് വരെയും നോമ്പ് അനുഷ്ഠിക്കുന്നു. അവൻ്റെ നോമ്പ് എന്താവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. എന്നതുപോലെ തന്നെ നമസ്കാരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്താണ് അവൻ നമസ്കരിക്കേണ്ടത്. അല്ലെങ്കിൽ രാത്രി നോമ്പ് അനുഷ്ഠിക്കുന്നവനെ പോലെയായി തീരും. ഫലാ യസ്ഹിഹു സിയാമുഹു. രാത്രി നോമ്പ് അനുഷ്ഠിച്ചാൽ എന്താവില്ല, അവൻ്റെ നോമ്പ് സ്വഹിയാവുകയില്ല. ലിഅന്നഹു ഇബ്തദഅ വഖ്തൻ മാ അൻസലല്ലാഹു ബിഹി മിൻ സുൽത്താനിൻ. അവൻ അല്ലാഹു ഒരു തെളിവും ഇറക്കാത്ത ഒരു പ്രത്യേക സമയം അവൻ പുതുതായിട്ടുണ്ടാക്കി നോമ്പിന്. അതേപോലെ തന്നെ നമസ്കാരത്തിനും അവൻ തോന്നുന്ന പോലെ നമസ്കരിച്ചാൽ എന്താവില്ല, നമസ്കാരം സഹീഹാവുകയില്ല. ഇനി അഷർത്തുൽ ഖാമിസ്, അഞ്ചാമത്തെ നിബന്ധന ഇസാലത്തുൻ നജാസ. നജസുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. വൻ നജാസത്തു, നജസ് എന്ന് പറഞ്ഞാൽ ഹിയ കുല്ലു ഐനിൻ മുസ്തഖ്ദറത്തിൻ ശർഅ. മനസ്സിൽ വെറുപ്പുളവാക്കുന്ന മ്ലേച്ഛകരമായ, ശരീഅത്ത് മ്ലേച്ഛമാണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന എന്താണ്, എല്ലാ വസ്തുക്കളും. അതാണെന്ത്, നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാറ്റി നിർത്താൻ ശരീഅത്ത് പഠിപ്പിച്ചിരിക്കുന്ന മ്ലേച്ഛകരമായ കാര്യങ്ങൾ. കൽബൗലി, മൂത്രം പോലെ, വൽഗായിത്വി, കാഷ്ടം പോലെ, അതേപോലെ വദമിൽ ഹൈദ്, ഹൈദ് രക്തം പോലെ, അതല്ലെങ്കിൽ ചിന്തുന്ന ഒലിക്കുന്ന രക്തം പോലെ, അറവ് നടത്തുമ്പോഴോ മറ്റൊക്കെ ഒലിച്ചിറങ്ങുന്ന, ചിന്തി പുറത്തു വരുന്ന രക്തം പോലെ, അതുപോലുള്ള കാര്യങ്ങൾ. ഫൈദാ അസ്വാബത്തിൻ നജാസത്തു സൗബൽ ഇൻസാൻ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വസ്ത്രത്തിൽ ഇങ്ങനെയുള്ള നജസുകളായി, ഔ ബദനഹു, അല്ലെങ്കിൽ എവിടെ, ശരീരത്തിൽ,
അവിൽ ബുഖഅത്തല്ലതി യുരീദു അൻ യുസല്ലി ഫിഹ, അല്ലെങ്കിൽ എവിടെയാണോ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് നിന്നുണ്ട് നജസ് ഉണ്ട് എങ്കിൽ വജബ ഇസാലത്തു, അതിന് നീക്കം ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. നീക്കം ചെയ്യാതെ അവിടെ നമസ്കരിച്ചാൽ എന്താവില്ല? നമസ്കാരം സ്വഹിയാവുകയില്ല. ശരീരത്തിലുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അതിനെ വൃത്തിയാക്കണം. വസ്ത്രത്തിലുണ്ടെങ്കിൽ വൃത്തിയാക്കണം. നമസ്കരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ശരീരത്തിലേക്ക് പുരളുന്ന രീതിയിൽ നജസ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അതിനെ വൃത്തിയാക്കണം. എന്നിട്ടാണ് നമസ്കരിക്കേണ്ടത്. ഫമൻ സ്വല്ലാ ഫീ സൗബിൻ നജിസിൻ, ഒരാൾ നജസുള്ള വസ്ത്രം കൊണ്ട് നമസ്കരിച്ചു. ഔ ബുഖഅത്തിൻ നജിസ, അല്ലെങ്കിൽ നജസുള്ള ഒരു സ്ഥലത്ത് നമസ്കരിച്ചു. ഔ കാന ബദനുഹു നജിസൻ, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ നജസായിരുന്നു, അങ്ങനെ നമസ്കരിച്ചാൽ ലം തസ്വിഹ സ്വലാത്തുഹു ഇദാ കാന ദാകിറൻ ആലിമൻ, അവൻ ഓർമ്മയുള്ളവനായ അവസ്ഥയിൽ ഇങ്ങനെ നമസ്കരിച്ചാൽ നമസ്കാരം സ്വഹീഹാവുകയില്ല എന്നുള്ള അറിവുമുണ്ട്. അങ്ങനെയാണ് അവൻ അങ്ങനെ നമസ്കരിക്കുന്നത് എങ്കിൽ എന്താവില്ല? അവന്റെ നമസ്കാരം സ്വഹീഹാവുകയില്ല. ലം തസ്വിഹ സ്വലാത്തുഹു, അവന്റെ നമസ്കാരം സ്വഹീഹാവുകയില്ല. അവനക്ക് ഓർമ്മയുണ്ട് എൻ്റെ ശരീരത്തിൽ നജസുണ്ട്, അത് നമസ്കാരം സ്വഹിയാക്കുകയില്ല എന്നവനക്കറിയാം. അതിനോടുകൂടെ അങ്ങനെ നമസ്കരിച്ചാൽ എന്താവില്ല? നമസ്കാരം സ്വഹിയാവുകയില്ല. അമ്മ ഇതാക്കാന ജാഹിലൻ ഔ നാസിയൻ, എന്നാൽ ഒരാൾക്കറിയില്ല ഇങ്ങനെ നജസ് കൊണ്ട് നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് അവൻ അറിയില്ല. അവൻ ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ് പുതുതായി, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ധാരാളം ഉള്ള സ്ഥലങ്ങളല്ല, ഇൽമു പഠിക്കാത്ത സ്ഥലമാണ്, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്നയാളാണ്, അല്ലെങ്കിൽ അവൻ മറന്നവനായിക്കൊണ്ടാണ് നമസ്കരിച്ചത്, എന്നാൽ ഫസ്വലാത്തുഹു സ്വഹീഹ, അവന്റെ നമസ്കാരം എന്താണ്? സ്വഹീഹാണ്, ശരിയാണ്. വദ്ദലീലു മാ റവാഹു അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അത് സ്വഹീഹാകും എന്നുള്ളതിനുള്ള തെളിവ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ഖാൽ ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബി അസ്ഹാബിഹി, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെയും കൊണ്ട് നമസ്കരിക്കുമ്പോൾ ഇദ് ഖലഅന അലൈഹി, ആ സമയത്ത് നമസ്കാരത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, രണ്ട് ചെരുപ്പ് ഊരി വെച്ചു. ഫവദഅഹുമാ അൻ യസാരിഹി, എന്നിട്ട് അത് ഊരിയിട്ട് ഇടതു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു. ഫലമ്മാ റഅ ദാലികൽ ഖൗമു അൽഖൗ നിആലഹും, പിന്നിൽ നിന്ന് സ്വഹാബികൾ ഇത് കണ്ടപ്പോൾ അവരും അവരുടെ ചെരുപ്പുകൾ എന്ത് ചെയ്തു? ഊരി. ഫലമ്മാ ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത, നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹമലക്കും അലാ ഇൽഖാഇ നിആലിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ചെരുപ്പുകൾ ഊരിയിട്ടത്? അതിനെ നിങ്ങൾ പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, റഅയ്നാക അൽഖൈതന അലൈക ഫഅൽഖൈനാ നിആലനാ, താങ്കളുടെ ചെരുപ്പ് ഊരുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ എന്ത് ചെയ്തു? ഊരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു അത് അങ്ങനെ തന്നെ അവരെന്ത് ചെയ്യും? പകർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പൂരി, ഞങ്ങളും ഇതാ ചെരുപ്പൂരി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇന്ന ജിബ്രീല അലൈഹിസ്സലാം അതാനി ഫഅഖ്ബറനി അന്ന ഫീഹിമാ ഖദ്റൻ ഔ ഖാല അദാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ വന്നറിയിച്ചു, എൻ്റെ ഈ ചെരുപ്പിൽ എന്തുണ്ട്? ഖദ്റുണ്ട്, അല്ലെങ്കിൽ അതാ നജസുണ്ട് എന്നറിയിച്ചത് കാരണത്താലാണ് ഞാൻ എന്ത് ചെയ്തത്? അത് മാറ്റിവെച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി നമസ്കരിച്ചു. അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ മറന്നവനായിട്ടാണ്, അറിഞ്ഞിട്ടില്ല, നജസുള്ളത് അറിഞ്ഞിട്ടില്ല. അറിയാതെ നമസ്കരിച്ചാൽ എന്ത് ചെയ്യണം? ഉടനെ മാറ്റണം. അപ്പോൾ ആദ്യം നമസ്കരിച്ച നമസ്കാരം എന്താണ്? സ്വഹീഹാണ്. അതല്ല എങ്കിൽ നബി ആദ്യം മുതൽ ഒന്നും കൂടി എന്ത് ചെയ്യണമായിരുന്നു? നമസ്കരിക്കണമായിരുന്നു. അങ്ങനെ നമസ്കരിച്ചില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അറിവില്ലാതെ അങ്ങനെ ചെയ്താൽ ആ നമസ്കാരം എന്താണ്? സ്വഹീഹാണ്, ആ നമസ്കാരം തുടരുകയാണ് ചെയ്തത്. فتبين من هذا الحديث أن المصلي إذا وجد نجاسة في ثوبه وجب عليه إزالتها. അപ്പോൾ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്, ഒരാൾ തൻ്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ മറ്റോ നജസുള്ളതായിട്ട് കണ്ടാൽ ഉടനെ അതിനെ നീക്കം ചെയ്യലെന്താണ്? നിർബന്ധമാണ്. ഫൈലം യസ്തോത്ത ഇസാലത്ത, അത് നീക്കം ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചില്ല, ഒരാളൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്, അവനെന്ത് ചെയ്തു? മൂത്രമൊഴിച്ചു. അപ്പോൾ ശരീരത്തിലായി, പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫഅലൈഹി അൻ യഖത അസ്സലാ, അപ്പോൾ നമസ്കാരം എന്ത് ചെയ്യണം? അവിടെ മുറിക്കണം, എന്നിട്ട് ശുദ്ധി വരുത്തി ഇതിന് ശേഷം എന്ത് ചെയ്യണം? നമസ്കരിക്കണം. എന്നാൽ അവൻ്റെ ശരീരത്തിൽ, അവൻ തലയിൽ വെച്ചിരിക്കുന്ന വസ്ത്രത്തിലോ അല്ലെങ്കിൽ മേലെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലോ എവിടെയെങ്കിലും നജസ് വന്ന് പതിച്ചു, പെട്ടെന്ന് അതിനെടുത്ത് മാറ്റി, എന്നാൽ എന്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, നമസ്കാരം തുടരാം. മാറ്റാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ചെരുപ്പിലാണ്, ചെരുപ്പെടുത്ത് മാറ്റി മാറ്റാൻ സാധിക്കാത്തതാണ് എങ്കിൽ എന്ത് ചെയ്യണം? നമസ്കാരം മുറിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? ശുദ്ധി വരുത്തിയതിന് ശേഷം നമസ്കരിക്കണം. ഇനി ആറാമത്തെ അഷർത്തു സാദിസ്, ആറാമത്തെ നിബന്ധന ത്വഹാറ, ശുദ്ധി വരുത്തലാണ്. വഹിയ റഫ്ഉൽ ഹദസി വ ഇസാലത്തുൻ നജാസ, ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളും പെടും. ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, മറ്റേത് പറഞ്ഞ പോലെ നജസിൽ നിന്ന് ശുദ്ധി വരുത്തുക.
അശുദ്ധി എന്നുള്ളത് വൽ മുറാദു ബിഹാദ ഷർതു റഫ്ഉൽ ഹദത്ത്, ഇവിടെ ശുദ്ധി വരുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തലാണ്. വൽ ഹദതു അംറുൻ ഹുക്മിയ്യുൻ വവസ്ഫുൻ യഖൂമു ബിൽ ബദനി യംനഉ മിനസ് സ്വലാത്തി വനഹ്വിഹാ മിമ്മാ തുഷ്തറതു ലഹു ത്വഹാറ. ഇവിടെ ഹദത്ത് എന്ന് പറഞ്ഞാൽ അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരു വിശേഷണമാണ്, ഒരാളുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു വിശേഷണമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമസ്കാരത്തെ തടയും. അതേപോലെ നമസ്കാരം പോലുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യും? തടയും. പിന്നെ ശുദ്ധി വരുത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റൂ? നമസ്കരിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള അശുദ്ധി രണ്ടെണ്ണമുണ്ട്. വൽ ഹദത്തു നൗആനി, ഒന്ന് ഹദത്തുൽ അക്ബർ, വലിയ ശുദ്ധിയാണ്. വഹുവ മാ യൂജിബുൽ ഗുസ്ൽ, വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങളാണ്. കുളി നിർബന്ധമാക്കാൻ വേണ്ടി ഇന്ന് ഏതെല്ലാം കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ജനാബ, ഒരാൾ എന്ത് ചെയ്തു? അവൻ വലിയ ശുദ്ധിക്കാരനായി. ജനാബത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്തു? ബീജം പുറപ്പെട്ടു. അത് മുഖേന എന്തായി മാറി? ജനാബത്തുണ്ടായി. ബീജം പുറപ്പെട്ടില്ല എങ്കിലും എന്ത് ചെയ്തു? ഭാര്യയും ഭർത്താവും തമ്മിൽ അവരുടെ എന്താണ് ഖിത്താനുമായി ബന്ധപ്പെട്ടാൽ, അവരുടെ ചലാകർമ്മം ചെയ്യുന്ന ഭാഗം പരസ്പരം എന്ത് ചെയ്തു? ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി മാറി? വലിയ ശുദ്ധിയായി മാറി. അല്ലെങ്കിൽ എന്ത് ചെയ്തു? ബീജം പുറപ്പെട്ടു. അത് പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ, ഉറക്കത്തിലാകട്ടെ ഉണർച്ചയിലാകട്ടെ, ബീജം പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി മാറി? അത് ജനാബത്താണ്. അതേപോലെ വൽ ഹൈദ് വൻ നിഫാസ്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹൈദ് ഉണ്ടായി, അല്ലെങ്കിൽ പ്രസവരക്തം ഉണ്ടായി, മാസമുറ അല്ലെങ്കിൽ പ്രസവരക്തം, ഇതെല്ലാം എന്താണ്? വലിയ അശുദ്ധിയാണ്. അതേപോലെ തന്നെ ഹദസുൻ അസ്ഗർ, ചെറിയ അശുദ്ധിയുണ്ട്. വഹുവ മാ യൂജിബുൽ വുദു, വുദൂഇനെ നിർബന്ധമാക്കുന്ന കാര്യത്തിനാണെന്ന് പറയുക ചെറിയ അശുദ്ധി എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ ഖുറൂജുൽ റീഹ്, ഒരാളുടെ ഗ്യാസ് പുറപ്പെടുക, അല്ലെങ്കിൽ വദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ വൽ ബൗലി വൽ ഗായിത്തി, മൂത്രമൊഴിക്കുക, കാഷ്ടിക്കുക. ഫലാ ബുദ്ദ അൻ യർഫഅൽ മുസ്ലിം വൽ ഹദസൽ അക്ബർ വൽ അസ്ഗറ. അപ്പോൾ ഖബല അൻ യുസല്ലി, നമസ്കരിക്കുന്നതിന് മുമ്പ് വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും എന്ത് ചെയ്തിരിക്കണം? ശുദ്ധിയായിരിക്കണം. ഒരാൾക്ക് കുളി നിർബന്ധമാണോ? എന്നാൽ കുളിച്ചിരിക്കണം. വുദൂ നിർബന്ധമാണോ? എന്നാൽ വുദൂ എടുത്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദികും ഇദാ അഹദഥ ഹത്താ യതവദ്ദ, നിങ്ങളിൽ ഒരാളുടെയും നമസ്കാരം സ്വഹീഹാവുകയില്ല, സ്വീകരിക്കുകയില്ല അല്ലാഹു, അവന് അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ വുദൂ ചെയ്താലല്ലാതെ എന്താവില്ല? നമസ്കാരം സ്വീകരിക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹു സ്വലാത്തൻ ബിഗൈരി തുഹൂരിൻ, ശുദ്ധിയില്ലാതെ നമസ്കാരം സ്വഹീഹാവുകയില്ല എന്നാണ് മറ്റൊരു ഹദീസിൽ. അപ്പോൾ എന്ത് ചെയ്യണം? കുളിക്കുന്നവനാണെങ്കിൽ കുളിക്കണം, വുദൂ ചെയ്യേണ്ടവനാണെങ്കിൽ വുദൂ ചെയ്യണം. ഇനി അഷർത്തുൽ അസാബിഅ, ഏഴാമത്തെ നിബന്ധന സത്റുൽ ഔറ, ഔറത്ത് മറയ്ക്കുക എന്നുള്ളതാണ്. യംബഗി ലിൽ മുസ്ലിമി അൻ യഅതിയ ഇലൽ മസ്ജിദി അല അക്മലി ഹൈഅത്തിൻ ഫീ ലിബാസിഹി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പള്ളിയിലേക്ക് വരേണ്ടത് ഏറ്റവും നല്ല ഹൈഅത്തിൽ, രൂപത്തിൽ, പൂർണ്ണമായ എന്താണ് ഭംഗിയിലായിരിക്കണം അവൻ എന്ത് ചെയ്യേണ്ടത്? മസ്ജിദിലേക്ക് വരേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, യാ ബനി ആദം, അല്ലയോ മനുഷ്യരെ, മനുഷ്യ മക്കളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ ഓരോ നമസ്കാര സമയത്തും എന്ത് ചെയ്യേണ്ടതുണ്ട്? സീനത്ത് നിങ്ങൾ അണിയേണ്ടതുണ്ട്. ഇവിടെ ഔറത്ത് മറയ്ക്കാനല്ല അള്ളാഹു പറഞ്ഞത്. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പറയാം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കിളിന് ഇടയിലുള്ള ഭാഗമാണ്. അത് മറയ്ക്കാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ അഴകാവുക എന്നുള്ളതാണ്. ഒരാൾക്ക് വസ്ത്രമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ മുട്ടുപൊക്കിളിന് ഇടയിലുള്ള ഭാഗം മറച്ചു കഴിഞ്ഞിട്ട് നമസ്കരിച്ചാൽ എന്താണ്? നമസ്കാരം സ്വഹീഹാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ വസ്ത്രമെല്ലാം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മുട്ടുമുക്കിലിന് ഇടയിലുള്ള ഭാഗം മറക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൽപ്പന. എന്താണ്? നല്ല അഴകാവുക, നല്ല വസ്ത്രം ധരിക്കുക എന്നാണ്. ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? വസ്ത്രം ധരിക്കണം എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തൻ്റെ ഭൃത്യൻ തലപ്പാവ് ധരിക്കാതെ നമസ്കരിച്ചപ്പോൾ അത് അവരുടെ ഏറ്റവും ഭംഗിയായ രൂപമാണ്. അവരൊരു അതിഥി വന്നാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ഷണിച്ചു പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതി വസ്ത്രം ധരിക്കും. അവർ തലപ്പാവ് ധരിക്കുമായിരുന്നു. അവരുടെ അണിഞ്ഞൊരുങ്ങലിൻ്റെ രീതി അതാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ പുറത്തു പോകുമ്പോൾ തല മറയ്ക്കാതെ പുറത്തു പോകുമോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പോൾ അവരുടെ ഏറ്റവും അണിഞ്ഞൊരുങ്ങുന്ന രീതി അതാണ്. ആ രീതിയിൽ എന്ത് ചെയ്യുക? നമസ്കരിക്കുക. അതേപോലെ ചില സ്വഹാബികളുണ്ടായി, ഈ ആയത്തിറങ്ങിയതിന് ശേഷം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ വസ്ത്രം എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിയ സ്വഹാബികളുണ്ട്.
നല്ല വസ്ത്രം ധരിക്കുക. പലപ്പോഴും ആളുകൾ ഏറ്റവും മോശപ്പെട്ട വസ്ത്രം ഇടും ചെയ്യും, നമസ്കരിക്കും. പള്ളിയിൽ വരുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ ഉടുക്കുന്ന മുണ്ടോ പലതും എടുത്തിട്ട് എന്ത് ചെയ്യും. എന്നാൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കും. അത് നേരെ വിപരീതമാണ് ചെയ്യേണ്ടത്. അള്ളാഹുമായുള്ള മുനാജാത്താണ് നമസ്കാരം. ഏറ്റവും നല്ല ഉടയാടകൾ അണിഞ്ഞുകൊണ്ട് സീനത്ത് ഉള്ളവനായ നിലയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമസ്കരിക്കേണ്ടത്. അപ്പൊ ഇത് അതിനുള്ള തെളിവാണ്. കഅബയെ പണ്ടെന്ത് ചെയ്യുമായിരുന്നു, നഗ്നരായിക്കൊണ്ട് ആളുകൾ ത്വാഫ് ചെയ്യുമായിരുന്നു. അതിന് പാടില്ല എന്ന് പറയുന്നതുമാണിത്. നല്ല വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങിയാണ് എന്ത് ചെയ്യേണ്ടത്, നമസ്കരിക്കേണ്ടത്. വൽ വാജിബു അലൽ മുസ്ലിമി അൻ യുസല്ലി വഹുവ സാതിറുൻ ഔറത, ഔറത്ത് മറച്ചവനായ നിലയിൽ നമസ്കരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമായ കാര്യം. ഔറത്ത് മറച്ചവനായ നില, ഔറത്ത് എന്ന് പറഞ്ഞാൽ വെളിപ്പെടാൻ ആഗ്രഹിക്കാത്ത, മറ്റുള്ളവർ കാണുന്നതിനെ തൊട്ട് നമുക്ക് ലജ്ജ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിനാണ് ഇത് പറയുക ഔറത്ത് എന്ന് പറയുന്നത്. പുരുഷന്റെ ഔറത്ത് പൊക്കിൾ മുതൽ മുട്ട് വരെയുള്ളതായ ഭാഗമാണ്. അനിവാര്യമായും എന്ത് ചെയ്യേണ്ടതുണ്ട്, അവൻ മുട്ടിനേക്കാൾ താഴേക്ക് മറക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ റുക്ഉഇലും സുജൂദിലും എല്ലാം ചിലപ്പോൾ എന്ത് ചെയ്യും, ഔറത്ത് വെളിപ്പെടും. കറക്റ്റ് ആ പൊസിഷൻ അങ്ങനെ മറക്കുക എന്നുള്ളതല്ല, പിന്നെന്താണ്, കുറച്ചുകൂടി അനിവാര്യമായ രീതിയിൽ എന്ത് ചെയ്യണം, മറക്കണം. വയുക്റഹു അൻ യുസല്ലിയ വലൈസ അലാ ആതിഖിഹി ഷൈഉൻ, അവന്റെ ഈ തോളിൽ, കഴുത്ത് മുതൽ ഈ ഭാഗം, തോൾ വരെയുള്ള ഷോൾഡർ വരെയുള്ള ഭാഗം, അതിൽ ഒന്നുമില്ലാത്തതായ നിലയിൽ ഒരാൾ നമസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്. പ്രബലമായ അഭിപ്രായം അത് കറാഹത്താണെന്നുള്ളതാണ്. ചില ഉലമാക്കൾ നമസ്കാരം തന്നെ സ്വയാവില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ പ്രബലമായ അഭിപ്രായം എന്താണ്, അത് വെളിപ്പെടുത്തുവാനാ നമസ്കരിക്കൽ എന്താണ്, കറാഹത്താണ്. ലാ യുസല്ലി അഹദുക്കും ഫി തൗബിൽ വാഹിദി, ഒറ്റ വസ്ത്രം മാത്രം ഉടുത്തുകൊണ്ട് നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കരുത്. ലൈസ അലാ ആതിഖിഹി മിൻഹു ഷൈഉൻ, ഒന്നും മേൽവസ്ത്രമായിട്ട് ഒന്നും ധരിക്കാത്തതായ നിലയിൽ. മേൽവസ്ത്രം എന്ന് വെച്ചാൽ തോളിൽ ഇടുന്നതാണ്. അപ്പോൾ ഒരാൾ മുണ്ട് മാത്രം എടുത്തിട്ട് നമസ്കരിക്കുക അതെന്തല്ല. ചിലപ്പോൾ പലപ്പോഴും ഈ ഹജ്ജിനും ഉംറയ്ക്കും എല്ലാം പോകുമ്പോൾ ചില ആളുകൾ ചെയ്യുന്നത് കാണാം. ചൂടെടുത്തിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യും, അവരെ ഇഹ്റാമിന്റെ വസ്ത്രം അരമുണ്ടും അതേപോലെ തന്നെ മേൽമുണ്ടുമാണ്. അപ്പൊ എന്ത് ചെയ്യും, അരമുണ്ട് ധരിക്കും, എന്നിട്ട് മേൽമുണ്ട് എടുത്തിട്ട് ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, നിലത്തിടും, എന്നിട്ട് നമസ്കരിക്കും. അപ്പൊ അതെന്താണ്, പാടില്ലാത്ത. ഇനി ഒരാൾക്ക് ഇല്ലാത്ത അവസ്ഥയാണ്, എന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉള്ള ആളാണ്, എന്നിട്ട് എന്ത് ചെയ്യും, പലപ്പോഴും അതും ചെയ്യാതെ നമസ്കരിക്കലുണ്ട്. ചില ആളുകൾ വീടുകളിൽ നമസ്കരിക്കുമ്പോൾ അങ്ങനെ നമസ്കരിക്കും. മേൽമുണ്ടില്ലാതെ നമസ്കരിക്കുക എന്നുള്ളത് എന്താണ്, അത് കറാഹത്തായ കാര്യമാണ്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ അവൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണം, മറയ്ക്കണം. നമസ്കാരത്തിൽ മാത്രമുള്ള ഔറത്താണത്. സ്ത്രീ മറക്കേണ്ട ഭാഗമാണെന്ത്, മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ. എന്നാൽ അന്യപുരുഷന്മാരുള്ള സമയത്താണ് എങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, മുഖവും മുൻകൈയും മറക്കേണ്ടതുണ്ട്. ഹത്താ ലൗ ലം യകുൻ ഇൻദഹാ അഹദുൻ, അവളുടെ അടുക്കൽ ആരും തന്നെ ഇല്ല എങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗവും എന്ത് ചെയ്യേണ്ടതുണ്ട്, മറക്കേണ്ടതുണ്ട് സ്ത്രീ നമസ്കരിക്കുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത ഹായിദിൻ ഇല്ലാ ബിഖിമാരിൻ. ഒരു ഹായിദായ സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ സ്ത്രീ, ഹൈദ് വന്നു തുടങ്ങിയ പ്രായപൂർത്തിയായ സ്ത്രീ, അവരുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല ഹിമാർ കൊണ്ടല്ല. അത് ഹിമാർ എന്ന് പറഞ്ഞാൽ തലമറയ്ക്കുന്ന വസ്ത്രമാണ്, മുടി മറയ്ക്കുന്ന വസ്ത്രത്തിനാണ് ഹിമാർ എന്ന് പറയുന്നത്. അപ്പൊ ഹിമാർ വേണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, അവരുടെ താഴ്ഭാഗത്ത് കഴുത്തിന് മുകളിൽ താഴേക്ക് മറയ്ക്കുന്ന നീളമുള്ള ഒരു വസ്ത്രം വേണം. അത് പാദങ്ങൾ വരെയും പൂർണ്ണമായി മറയ്ക്കുന്ന വസ്ത്രമായിരിക്കണം. പാദം വരെയും പൂർണ്ണമായി മറയ്ക്കുന്ന വസ്ത്രമായിരിക്കണം. അതിനോട് കൂടെ അതിൻ്റെ മേലെ എന്ത് ചെയ്യുക, ഒരു വലിയ കുപ്പായം കൂടി ഇടുക എന്നുള്ളതാണ് സമ്പൂർണ്ണമായ സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ ചെയ്യേണ്ട സമ്പൂർണ്ണമായ രീതി. അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറയ്ക്കണം. ചില സ്ത്രീകൾ അവർ എന്ത് ചെയ്യലുണ്ട്, തസാഹുല്, ഉദാസീനത കാണിക്കലുണ്ട്, അലംഭാവം കാണിക്കലുണ്ട്. ഈ വിഷയത്തിൽ അവരെന്ത് ചെയ്യും, കാൽപാദം വെളിപ്പെടുത്തിയതായ നിലയിൽ നമസ്കരിക്കലുണ്ട്. വൽ വാജിബു അൻ തസ്തുറ ഖദമിഹ ഫി സ്വലാ, അവളുടെ മേൽ നിർബന്ധമാണ് നമസ്കാരത്തിൽ എന്ത് ചെയ്യണം, കാൽപാദങ്ങൾ എന്ത് ചെയ്തിരിക്കണം, മറച്ചിരിക്കണം. ഇനി അശ്റത്തു സാമിൻ,
എട്ടാമത്തെ നിബന്ധന ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് അഭിമുഖമാവുക എന്നുള്ളതാണ്. ലാ ബുദ്ദ മിൻ ഇസ്തിഖ്ബാലിൽ ഖിബ്ല, ഖിബ്ലക്ക് അഭിമുഖമാകൽ അനിവാര്യമാണ്. ഫിൽ ഫർദി വൻ നഫിൽ, ഫർദിലാകട്ടെ സുന്നത്തിലാകട്ടെ. വദ്ദലീലു ഖൗലുഹു തആല, തെളിവ് എന്താണ്? അല്ലാഹുവിന്റെ വാക്യമാണ്. അല്ലാഹു പറയുന്നു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ, താങ്കളുടെ മുഖം ആകാശത്തേക്ക് മാറി മറിയുന്നത് നാം കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനായിരുന്നു ഇഷ്ടം. ആദ്യം ഇസ്ലാമിന്റെ ഖിബ്ല മസ്ജിദുൽ അഖ്സയായിരുന്നു. അപ്പോ മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? കാബയെയും മസ്ജിദുൽ അഖ്സയെയും അഭിമുഖീകരിക്കുന്ന നിലയിൽ നമസ്കരിക്കുമായിരുന്നു. അപ്പോൾ പ്രശ്നമുണ്ടായിരുന്നില്ല. അപ്പോൾ മസ്ജിദുൽ അഖ്സ എവിടെയാണെങ്കിൽ കാബയുടെ ഈ ഭാഗത്ത് നമസ്കരിക്കും. അപ്പൊ എന്ത് ചെയ്യും? രണ്ട് ഭാഗത്തേക്കും അഭിമുഖീകരിക്കുന്നതിനായിട്ട് നമസ്കരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഹിജർക്ക് ശേഷം അങ്ങനെ സാധിക്കുന്നില്ല. അങ്ങനെ ഹിജർക്ക് അതിനെക്കുറിച്ചാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. താങ്കളുടെ മുഖം എന്ത് ചെയ്യുന്നുണ്ട്? ആകാശത്തേക്ക് തിരിയുന്നത് നാം കാണുന്നുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്താം. അതുകൊണ്ട് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, താങ്കൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് നാം താങ്കൾ എന്ത് ചെയ്യും? തിരിക്കുക തന്നെ ചെയ്യും. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് താങ്കൾ എന്ത് ചെയ്തോ? മുഖം തിരിച്ചുകൊള്ളുക. വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹക്കും ശത്റ, നിങ്ങൾ എവിടെയാണ് എങ്കിലും എന്ത് ചെയ്യണം? മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ മുഖം തിരിക്കണം എന്നുള്ള കൽപ്പന വന്നു. അപ്പൊ നമസ്കരിക്കുമ്പോൾ പിന്നെ എങ്ങോട്ട് തിരിക്കേണ്ടതുണ്ട്? കാബയിലേക്ക് തിരിയേണ്ടതുണ്ട് എന്നുള്ളത് ഈ സ്ഥിരപ്പിക്കുന്ന കാര്യമാണ്. ബാങ്ക് വിളിച്ചോ? എന്നാൽ വഅമ്മൽ മുസാഫിറു ഫയജൂസു ലഹു അൻ യുസല്ലി അൻ-നാഫിലത അല അർ-റാഹില, ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ യാത്രക്കാരനാണ് എങ്കിൽ സുന്നത്ത് നമസ്കാരം അവന് വാഹനപ്പുറത്ത് നമസ്കരിക്കാം. അപ്പോ ഇലാ ഗൈരി ജിഹത്തിൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് അഭിമുഖീകരിക്കണമെന്നില്ല. ഖിബ്ലക്ക് അഭിമുഖമല്ലാതെ യാത്രാവേളകളിൽ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് എന്താണ്? അനുവദനീയമാണ്. ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. വഹുവ അല റാഹില യുസബ്ബിഹ്, നബി വാഹനപ്പുറത്തിരുന്ന് തസ്ബീഹ് ചൊല്ലുകയാണ്. യൂമിഉ ബിറഅസിഹി ഖിബ്ല അയ്യി വജ്ഹിൻ തവജ്ജഹ, അങ്ങനെ നബി തന്റെ തല കൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. വാഹനം ഏത് ഭാഗത്തേക്കാണോ അങ്ങോട്ട് തന്നെ തിരിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആംഗ്യം കാണിച്ചുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്. വലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ദാലിക ഫി സ്വലാത്തിൽ മക്തൂബ, ഇത് ഫർദ് നമസ്കാരത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുമില്ല. അപ്പൊ സുന്നത്താണ് നമസ്കരിക്കുന്നത് എങ്കിൽ വാഹനം എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമസ്കരിക്കൽ അനുവദനീയമാണ്. ഇനി വഇദാ അറാദൽ മുസാഫിറു അൻ യുസല്ലി അസ്-സുന്നത അലാ റാഹിലതിഹി ഇസ്തഖ്ബൽ ഖിബ്ല, അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു യാത്രക്കാരൻ വാഹനപ്പുറത്തിരുന്ന് സുന്നത്ത് നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ അവന്റെ വാഹനത്തെ ഖിബ്ലയിലേക്ക് കഴിയുമെങ്കിൽ എന്ത് ചെയ്യാം? തിരിച്ചു നിർത്തണം. തുമ്മ സ്വല്ലാ ഹൈസു തവജ്ജ, അതിനുശേഷം തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാം? വാഹനം എങ്ങോട്ട് പോകണോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നമസ്കരിക്കും. തുമ്മ സ്വല്ലാ ഹൈസു തവജ്ജഹത് ബിഹി റാഹിലതുഹു, പിന്നെ വാഹനം എവിടേക്കാണോ അവനെ അഭിമുഖീകരിപ്പിക്കുന്നത് അങ്ങോട്ടൊക്കെ നമസ്കരിക്കാം. ഇത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സാഫറ, നബി യാത്ര ചെയ്താൽ ഫഅറാദ അൻ യതതവ്വഅ, സുന്നത്ത് നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഇസ്തഖ്ബല ബിനാഖതിഹി അൽ ഖിബ്ലത ഫകബ്ബറ, വാഹനത്തെ എന്ത് ചെയ്യും? ഖിബ്ലക്ക് നേരെ തിരിക്കും, എന്നിട്ട് തക്ബീർ ചൊല്ലും. സുമ്മ സ്വല്ലാ ഹൈസു വജ്ജഹഹു റികാബു, അതിനുശേഷം പിന്നെ ഒട്ടകം എങ്ങോട്ടാണോ നബിയെ തിരിക്കുന്നത് അങ്ങോട്ട് എന്ത് ചെയ്യും? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് മാത്രം പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? ഖിബ്ലക്ക് തിരിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം എന്തിനെ സംബന്ധിച്ചാണ്? സുന്നത്ത് നമസ്കാരത്തെ കുറിച്ചാണ്. ഫർദ് നമസ്കാരമാണ് ഒരാൾ നമസ്കരിക്കുന്നത്. യാത്രയിൽ അവന് ഇറങ്ങി നമസ്കരിക്കാൻ സാധിക്കുന്ന സന്ദർഭമാണ് എങ്കിൽ ഇറങ്ങി തന്നെയാണ് നമസ്കരിക്കേണ്ടത്. ഫർദ് നമസ്കാരം യാത്രാവേളകളിൽ എന്ത് ചെയ്യണം? ഇറങ്ങി തന്നെ നമസ്കരിക്കൽ അനിവാര്യമാണ്. ഇനി ഒരാൾക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളില്ല, സ്വന്തം വാഹനമല്ല, വേറൊരാൾ നിയന്ത്രിക്കുന്ന വാഹനം കപ്പലാണ്, അല്ലെങ്കിൽ വിമാനമാണ്, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത വാഹനങ്ങളാണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഫർദ് നമസ്കാരവും നിർവഹിക്കാം. കപ്പലിൽ ഇങ്ങനെ നമസ്കരിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുണ്ട്. അതിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തതായ വാഹനങ്ങളിലാണ് എങ്കിൽ ഫർദ് നമസ്കാരവും. അതല്ല എങ്കിൽ നമ്മുടെ വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യണം?
ഫർള് നമസ്കാരം ഇറങ്ങി തന്നെ നമസ്കരിക്കണം. അപ്പോ എട്ടാമത്തെ നിബന്ധന കിബിലക്ക് മുന്നിടുക എന്നുള്ളതാണ്. കിബിലക്ക് ഒരാള് കിബില അറിയാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു, എവിടെയാണ് കിബില എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അവൻ കിബില എവിടെയാണെന്ന് പരിശ്രമിക്കേണ്ടതുണ്ട്, അത് കണ്ടെത്താൻ. അതിനുശേഷം അവൻ എന്ത് ചെയ്യാം? അവൻ കണ്ടെത്തിയ ദിശയിലേക്ക് നമസ്കരിക്കാം, കുഴപ്പമില്ല. അതിനുശേഷം പിന്നീട് ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞാലും എന്ത് ചെയ്യേണ്ടതില്ല, നമസ്കാരം മടക്കേണ്ടതില്ല എന്നുള്ളതാണ്. കിബിലയുടെ നേരെ തിരിയുക എന്ന് പറഞ്ഞാൽ ഒരാൾ കാബയുടെ അടുക്കൽ നിന്നാണ് നമസ്കരിക്കുന്നതെങ്കിൽ പൂർണ്ണമായും അതിന് നേരെ എന്ത് ചെയ്യണം? തിരിഞ്ഞ് നമസ്കരിക്കണം. ഇനി കാബയുടെ അടുക്കൽ തന്നെയാണ്, പക്ഷേ കാബയുടെയും അവന്റെയും ഇടയിൽ ഒരു മറയുണ്ട്, എന്നാൽ എന്ത് ചെയ്യണം? പരമാവധി ശരിയാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഒരാൾ വിദൂരത്താണ് കാബയുടെ, അങ്ങനെയാണെങ്കിൽ കാബ നിലകൊള്ളുന്ന ദിശ ഏതാണോ ആ ദിശയിലേക്ക് എന്ത് ചെയ്യുക? തിരിയുക എന്നുള്ളതാണ് നിർബന്ധം. കാബയുടെ തടിയുടെ നേരെ തിരിയുക എന്നുള്ളത് എന്തില്ല, നിർബന്ധമില്ല. ഏത് ദിശയിലാണോ കാബ നിലകൊള്ളുന്നത് ആ ദിശയിലേക്ക് എന്ത് ചെയ്യുക? തിരിയുക എന്നുള്ളതാണ് നിർബന്ധം. മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ല. മഗ്രിബിന്റെയും മശ്രിഖിന്റെയും ഇടയിലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഖിബ്ല. അപ്പൊ ആ ഭാഗത്തേക്ക് തിരിയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? കൽപ്പിച്ചത്. അപ്പൊ അതാണ് നിർബന്ധമുള്ളൂ. ഇനി ഒരാൾക്ക് ഖിബ്ലയിലേക്ക് തിരിയാൻ സാധിക്കുന്നില്ല, എന്നാൽ എന്ത് ചെയ്യണം? ഒരാൾ എന്ത് ചെയ്തിരിക്കണം? ബന്ധിപ്പിച്ചിരിക്കുകയാണ് ശത്രുക്കൾ. ഖിബ്ലയല്ലാത്ത ഭാഗത്തേക്ക് തിരിച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം? ഏത് ഭാഗത്തേക്കാണുള്ളത് അങ്ങനെ നമസ്കരിക്കാം. അപ്പോൾ ഇതുപോലുള്ള നിബന്ധനകൾ ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്തില്ല, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്നത് പോലെയാണ് എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിനെ സൂക്ഷിച്ച് കൽപ്പനകൾ അനുസരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഒൻപതാമത്തെ നിബന്ധന നിയ്യത്താണ്. വഹിയ ശർത്തുൻ ഫി ജമീഇൽ അമൽ. ഇതും എല്ലാ അമലുകൾക്കും ബാധകമായ ഒരു ഷർത്താണ്. അപ്പൊ 4 കാര്യങ്ങൾ നമ്മൾ എല്ലാ അമലുകൾക്കും ബാധകമായ ഷർത്തായിട്ട് പറഞ്ഞു. ഒന്ന് മുസ്ലിമായിരിക്കുക, അതുപോലെ തന്നെ ബുദ്ധിയുള്ളവനാവുക, തമീസ് ഉണ്ടാവുക, പിന്നെ ഇപ്പൊ എന്താണ്? നിയ്യത്ത്. ഇതാണ് 4 കാര്യങ്ങൾ. വന്നിയ്യത്തു ലുഗത്തൻ അൽ ഖസ്ദു. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുക, ലക്ഷ്യമാക്കുക എന്നാണ്. വശർഅൻ, ശരീഅത്തിന്റെ ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശം തഅയീനുൽ മുസ്ലിമിൽ അമൽ അല്ലദീ യുരീദുൽ ഖിയാമ ബി. ഒരു മുസ്ലിം അവൻ ഏത് കർമ്മം ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അത് ഇന്നതാണെന്ന് നിജപ്പെടുത്തുക, ക്ലിപ്തമാക്കുക, അതിനെ വ്യക്തമാക്കുക. അത് ഇന്നതാണ് ഞാൻ നമസ്കരിക്കാൻ പോകുന്നത് എന്ന് തീർച്ചപ്പെടുത്തുക. ഇതാണ് യഖൂലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. അമലുകളുടെ സ്വീകാര്യത അവൻ മനസ്സിൽ കരുതുന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ ആളുകളും എന്താണോ ആ അമല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതൊരു അമലിനും എന്ത് ചെയ്യണം? നെയ്യത്ത് അനിവാര്യമാണ്. നെയ്യത്ത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. അവന്റെ അമലുകൾ മുഴുവനും എന്ത് ചെയ്യാൻ സാധിക്കും? അള്ളാഹുവിന്റെ തൃപ്തിയിൽ പ്രതിഫലാർഹമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു അത്ഭുതം നിറഞ്ഞ കാര്യമാണെന്ത്? നെയ്യത്ത്. ഒരാൾ നെയ്യത്തോടെ നമസ്കരിക്കുന്നു, നല്ല നെയ്യത്തോടെ, എന്നാൽ ഒരു പ്രതിഫലമുണ്ട്. ഒരാളുടെ നെയ്യത്തില് കോട്ടം സംഭവിച്ചാൽ എന്ത് ചെയ്യും? പ്രതിഫലം കുറഞ്ഞു പോകും. എത്രത്തോളം അതിന്റെ തോത് കുറയുന്നുണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ നമസ്കരിക്കുന്നു പക്ഷെ അവന് എഴുതപ്പെട്ടത് 10-1 മാത്രമാണ്. ചില ആളുകൾക്ക് 9-1 കിട്ടും, 8-1 കിട്ടും, 7-1 കിട്ടും, 6-1 കിട്ടും, 5-1 കിട്ടും, അങ്ങനെ നിസ്ഫ് വരെയും 2-1 വരെയും ചെയ്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നതാണ് അവന്റെ മനസ്സിലുള്ള ഉദ്ദേശത്തെ, നെയ്യത്തിനെ ആസ്വദിച്ചുകൊണ്ടാണ്. എല്ലാ വിഷയത്തിലും നെയ്യത്ത് നന്നാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾ നെയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്നതായ ദൈനംദിന ഇടപാടുകൾ, ആദാത്തുകൾ, അതിനെല്ലാം ഇബാദത്താക്കി മാറ്റാം. ഒരാൾ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ചായ കുടിച്ചു, വെള്ളം കുടിച്ചു, നെയ്യത്ത് നല്ല നെയ്യത്താണ്. ഒരു ഉന്മേഷം കിട്ടുക, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ആരോഗ്യമുണ്ടാവുക, ഇതാണ് അവന്റെ നെയ്യത്ത്. എന്നാൽ അതെന്തായി മാറി? ഒരു ഇബാദത്തായി മാറി. ഒരാൾ നമസ്കരിക്കുന്നു, അവന്റെ നെയ്യത്ത് ശരിയല്ല, അത് കേവലം ഒരാൾ ചായ കുടിക്കുന്ന പോലെയാവുള്ളൂ. ചായ കുടിക്കുന്ന ആള് ഒരു നെയ്യത്തുമില്ലാതെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പ്രതിഫലം ഉണ്ടാവും. അതുപോലെയാണ് ഒരാൾ നെയ്യത്ത് ശരിയാകാതെ നമസ്കരിച്ചു കഴിഞ്ഞാൽ
അവന് പ്രതിഫലം കിട്ടൂല. എന്നാൽ ഒരാൾ ചായ കുടിക്കുന്നു, ഒരാൾ വീട്ടിൽ ജനാല് തുറന്നിടുന്നു കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കാറ്റ് കിട്ടും. പക്ഷെ വേറൊരാൾ ജനൽ തുറന്നിട്ടു എന്തിനു വേണ്ടിയിട്ടാണ്? പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കണം, പള്ളിയിൽ പോകണം. ഇവന്റെ രണ്ടാളുടെയും പ്രവൃത്തി ഒന്ന് തന്നെയാണ്. ഒരാൾ ചെയ്ത് ഇബാദത്താണ്, വേറൊരാൾ ചെയ്ത് എന്താണ്? സ്വാഭാവികമായ അമലാണ്. അപ്പൊ നെയ്യത്തിലൂടെ ഒരു മനുഷ്യന് ഏത് കർമ്മങ്ങളും എന്താക്കി മാറ്റാം? അത് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ മേഖലയിലും നല്ല നെയ്യത്തിന് പരിശീലിച്ചെടുക്കണം. 1 രൂപ ചെലവാക്കുന്നുണ്ടോ? മക്കൾക്ക് വേണ്ടിയായിരിക്കാം, ഭാര്യയ്ക്ക് വേണ്ടിയായിരിക്കാം, എത്രയോ രൂപയാണ് ചെലവാക്കുന്നത്. അതിന് പ്രതിഫലമുണ്ട്. നെയ്യത്ത് ശരിയാക്കുക എന്നുള്ളതാണ്. അത് എന്താണ്? ഒരു ബാധ്യതയായി അല്ലെങ്കിൽ ഒരു കൊടുത്തേ തീരൂ, ഒരു വലിയ ഭാരമായിട്ട് കണ്ടല്ല ചെലവഴിക്കേണ്ടത്. എന്ത് അമൽ ചെയ്യുന്നുണ്ടോ അതിനെന്ത് ചെയ്യുക? മനസ്സംതൃപ്തിയോടെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുക. വന്നിയ്യത്ത് മഹല്ലുഹ അൽ ഖൽബ്, നെയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. വലാ യുശ്റഉ തലഫ്ഫുദു ബിഹാ, അതുകൊണ്ട് മൊഴിയുക എന്നുള്ളത് നിയമപരമല്ല. കാരണം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാ കസറ മിൻ 20 സന, 20-ലധികം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്. വമാ തലഫ്ഫദ ബിന്നിയ്യത്തി ഖത്തു, തീരെ തന്നെ നെയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായു കൊണ്ട് പറഞ്ഞതായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഉദ്ധരണിയുമില്ല, എവിടെയും പറയപ്പെട്ടിട്ടില്ല. ഉസല്ലി ഫർദ അദ്ദുഹരി 4 റകഅത്തിൻ മഅൽ ഇമാമി മുസ്തഖ്ബിലൻ ലിൽ ഖിബ്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്ന ചില വാക്യങ്ങൾ ഇത് എന്ത് ചെയ്തിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബികളിൽ നിന്നോ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. നമസ്കാരത്തിന് മുമ്പ് ഇങ്ങനെ പദങ്ങൾ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം നിയ്യത്തിനെ കുറിച്ച്, മഹല്ലുഹാ അൽ ഖൽബു, നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. ലാ തഅല്ലുഖ ലഹാ ബിൽ ലിസാനി അസ്ലൻ, നാവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല, ഒരടിസ്ഥാനവുമില്ല നാവുമായിട്ട് അതിനെ ബന്ധിക്കാൻ. വലിദാലിക, അക്കാരണത്താൽ ലം യുൻഖൽ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അൻ അസ്ഹാബിഹി ഫിൻ നിയ്യത്തി ലഫ്ദുൻ ബിഹാലിൽ, നബിയിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്നോ ഈ വിഷയത്തിൽ ഒരു ലഫ്ദും ചെയ്യപ്പെട്ടിട്ടില്ല, ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വലാ സമിഅന അൻഹും ദിക്റു ദാലിക്, അവരിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? നാം അങ്ങനെ ഒന്ന് കേട്ടിട്ടുമില്ല. വഹാദിഹിൽ ഇബാറാത്തു അല്ലതി ഉഹദിസത് ഇൻദ ഇഫ്തിതാഹി ത്വഹാറത്തി വസ്സലാത്തി ഖദ് ജഅലഹ ശൈത്വാൻ, എന്നാൽ വുളു എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതായ ചില പദങ്ങൾ, ചില ഇബാറാത്തുകൾ, അത് ഉണ്ടാക്കിയത് ഷൈത്വാനാണ്. ഷൈത്വാനിന് വിദഗ്ധമായ ഒരു കെണിയായിരുന്നു. ഒരു മനുഷ്യൻ അവന്റെ നെയ്യത്തിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഹൃദയത്തിൽ നെയ്യത്ത് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഒരു ശ്രദ്ധയുമില്ല. നേരെ മറിച്ച് നാവ് കൊണ്ട് പറയാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? നിർബന്ധിതനാക്കി. ഇത് ഷൈത്വാൻ ഇട്ട് കൊടുത്ത പണിയാണ്. നാവിൽ അവൻ തക്ബീറത്തുൽ ഇഹ്റാമിനോട് ഇങ്ങനെ യോജിപ്പിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? അവൻ ഇങ്ങനെ കഠിനമായി പരിശ്രമിക്കുകയാണ്. മുഅ്തറകൻ ലി അഹ്ലിൽ വസ്വാസ്, ഇത് ഷൈത്വാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? വസ്വാസുള്ള ആളുകളുടെ യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് യുദ്ധം ചെയ്യുകയാണ്. ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, നമസ്കാരത്തിൽ ഒന്ന് നിൽക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? കഠിനമായ പരിശ്രമം അവർ നിർവഹിക്കുകയാണ്. ഇതിങ്ങനെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർത്ത് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ ചേർക്കാൻ വേണ്ടിയിട്ട് കഠിനമായ പരിശ്രമത്തിലാണ്. യഹ്ബിസുഹും ഇൻദഹ, ആ സമയത്ത് അവരെങ്ങനെ ബന്ധിപ്പിച്ച് ഷൈത്വാൻ പിടിച്ചു കെട്ടുകയാണ്. വയുഅദിബുഹും ഫീഹ, അതിൽ അവരെ എടുങ്ങേറാക്കുകയാണ്, ശിക്ഷിക്കുകയാണ്. വയൂഖിഉഹും ഫീ തലബി തസ്ഹീഹിഹ, അതിനിങ്ങനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരെ എന്തിരിക്കുകയാണ്? പെടുത്തിയിരിക്കുകയാണ്. ഫതറ അഹദഹും യുകല്ലിറുഹ, അവരിൽ ചില ആളുകൾ നിങ്ങൾക്ക് കാണാം, അവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു ഉസല്ലി 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 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വയുജിഹിദു നഫ്സഹു ഫി തലഫുദി ബിഹാ, അതിനിങ്ങനെ മൊഴിയാൻ വേണ്ടിയിട്ട് അവർ കഠിനമായ പരിശ്രമത്തിൽ ഏർപ്പെടുന്നു. ഇതെല്ലാം നമസ്കാരവുമായിട്ട് അതിന് ഒന്നുമില്ല. ഇവന്റെ നമസ്കാരം ഹൃദയത്തിൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവനൊരു പരിശ്രമവും ഇല്ല. ഇവർ യഥാർത്ഥത്തിൽ പരിശ്രമിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാനിതാ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസ് ഉണ്ടാക്കിയെടുക്കാനായിരുന്നു പരിശ്രമിക്കേണ്ടത്. പക്ഷേ അതിലാണ് ഒരാളുടെ ദറജ ഉയർത്തപ്പെടുന്നത്, പ്രതിഫലം അധികരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ അതിനെ നല്ല തന്ത്രപൂർവ്വം ചെയ്തു വിസ്മരിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ഭാഗ്യമായ ഈ തലഫുദിൽ, ഇതിങ്ങനെ മൊഴിയുന്നതിൽ അവനെന്ത് ചെയ്തു? കേന്ദ്രീകരിച്ചു. അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവൻ കഷ്ടപ്പെടുന്നു സാധു. പക്ഷെ ചെയ്യുന്നില്ല. ഈ പറയുന്ന ഇഖ്ലാസിനെ കുറിച്ച് ചിന്തയില്ല.
അപ്പോൾ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ്. ഞാൻ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ഭാഗം ഞാനിത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്, ആരുടെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതാണ് നിയ്യത്തിന്. രണ്ട് പാർട്ടുണ്ട് നിയ്യത്തിന്. ഒന്ന്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഒരാൾ പള്ളിയിലേക്ക് വരുന്നു, വ്യത്യസ്തങ്ങളായ നമസ്കാരങ്ങളുണ്ട്. റവാത്തിബ് നമസ്കാരം ഉണ്ടാകാം, വുദൂഇന്റെ സുന്നത്ത് ഉണ്ടാകാം, അതേപോലെ തന്നെ തഹിയ്യത്ത് നമസ്കാരം ഉണ്ടാകാം, പല പല നമസ്കാരങ്ങളുണ്ട്. അപ്പൊ ഫർദാണെങ്കിൽ ഫർദ്, സുന്നത്താണെങ്കിൽ സുന്നത്ത്, ഇന്ന സുന്നത്ത് അല്ലെങ്കിൽ ഇന്ന ഫർദ്, ഇങ്ങനെ വേർതിരിക്കുക എന്നുള്ളതിന്റെ ഭാഗം തന്നെയാണ്. ഞാൻ ഇന്നതാണ് നമസ്കരിക്കാൻ പോകുന്നത് എന്ന് അവൻ എന്ത് ചെയ്യണം, കരുതണം. അത് ശരി തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതായ നെയ്യത്തിൽ ഒരാൾക്ക് ഭംഗം പറ്റിയാൽ ഒരുപക്ഷെ ശിർക്ക് വരെ സംഭവിക്കും. പക്ഷെ ഞാൻ ഇന്നതാണ് നമസ്കരിക്കുന്നത് എന്ന് അവൻ തീർച്ചപ്പെടുത്തിയില്ല എന്നതുകൊണ്ട് ശിർക്ക് സംഭവിക്കുമോ? ശിർക്ക് സംഭവിക്കണമെന്നില്ല. അവൻ ആ കർമ്മം ചെയ്തിട്ടില്ല എന്നേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇന്നതാണ് ചെയ്യണമെന്ന് കരുതണം, കരുതൽ അനിവാര്യം തന്നെയാണ്. അത് ശരിയായിട്ടില്ല എങ്കിലും അവൻ ശിർക്ക് സംഭവിക്കില്ല. പക്ഷെ ഒരാളുടെ ഇഖ്ലാസ് ശരിയാക്കുന്നതിൽ അവന് ഇടർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖേന എന്താ സംഭവിക്കുക? ഒന്നുകിൽ ചെറിയ ശിർക്കായിരിക്കാം, അല്ലെങ്കിൽ വലിയ ശിർക്കായിരിക്കാം, വലിയ അപകടമാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്തു, അതിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് ശൈത്താൻ ചെയ്തു, ഇവനെ തിരിച്ചു വിട്ടു. എന്നിട്ട് ഈ പറയുന്ന കാര്യത്തിൽ അവനെ തളച്ചിട്ടിരിക്കുകയാണ്. ഇത് വലിയൊരു അപകടമാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബികളിൽ നിന്നോ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമ്മത്തുൽ അർബഈൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം ഷാഫിഈ റഹ്മഹുള്ളയിൽ നിന്ന് ചില ആളുകൾ ചില തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ റഹ്മഹുള്ള നമസ്കാരത്തിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യണം, ശബ്ദമുയർത്തി ഉച്ചരിക്കണം എന്ന് പറഞ്ഞ തക്ബീറിനെ സംബന്ധിച്ചാണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്ത് ചെയ്യേണ്ടതുണ്ട്, നാവ് കൊണ്ട് പറയേണ്ടതുണ്ട്. അതിന് ചില ആളുകൾ നെയ്യത്തായിട്ട് എന്ത് ചെയ്തു, വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. നെയ്യത്ത് എന്ത് ചെയ്തിട്ടില്ല, പറയാൻ എവിടെയും സ്ഥിരപ്പെട്ടിരിക്കുന്ന യാതൊരു തെളിവുകളുമില്ല. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാമേവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.